എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ പെർഫെക്റ്റ് ആയിട്ടും നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ളതുമായ ചപ്പാത്തി തയ്യാറാക്കി എടുക്കുന്നതാണ്. അതും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിയാണ് തയ്യാറാക്കി എടുക്കുന്നത്. ഇങ്ങനെ തയ്യാറാക്കി വെക്കുവാണെങ്കിൽ നമുക്ക് ഒരാഴ്ച കാലത്തേക്ക് ചപ്പാത്തി കേടുപാടൊന്നും കൂടാതെ കഴിക്കാനും പറ്റുന്നതാണ്. അതുപോലെ നല്ല സോഫ്റ്റ് ആണ്. ഉണ്ടാക്കിയെടുക്കാനാണെങ്കിലും വളരെ എളുപ്പമാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരുപാട് കൂട്ടുകാർ ആവശ്യപ്പെട്ടൊരു വീഡിയോ ആണ്. വീഡിയോ കണ്ട് എല്ലാവരും വീടുകളിൽ തയ്യാറാക്കി നോക്കണേ. തയ്യാറാക്കി നോക്കുമ്പോൾ ഈ ഒരു ചപ്പാത്തിയുടെ സ്വാദ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ തരാൻ മറക്കരുത്. അതുപോലെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമുക്കുടൻ തന്നെ നമ്മുടെ വീഡിയോ കണ്ടു നോക്കിയാലോ. ഇനി നമുക്ക് ചപ്പാത്തിയുടെ മാവ് കുഴച്ചെടുക്കാം. ഇതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് അളവിൽ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗോതമ്പ് പൊടി കുഴച്ചെടുക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഈ പൊടിയിൽ നിന്നും 2.5 സ്പൂൺ അളവിൽ പൊടി പാനിലേക്ക് മാറ്റാം. ഈ പാനിലേക്ക് 1/2 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. പൊടിക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കാം. കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലോ നെയ്യോ ബട്ടറോ എന്ത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. 1 ടീസ്പൂൺ അളവിൽ പഞ്ചസാര കൂടെ ചേർക്കാം. ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് ഒന്നിളക്കി കൊടുക്കാം. ഇനി പൊടിയിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. മുട്ടകളെല്ലാം ഉടച്ച് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. 1.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ ഈ ഒരു പൊടി നല്ല ലൂസായിട്ടാണ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. ചെറിയ തീയിൽ വെച്ച് നമുക്ക് ഈ പൊടി ഒന്ന് വേവിച്ചെടുക്കാം. പൊടി കട്ട കുത്താതെ തന്നെ വെന്ത് കിട്ടാനായിട്ടാണ് ചെറിയ തീയിൽ വെച്ച് കൊടുത്തിട്ടുള്ളത്. നല്ലപോലെ ഇളക്കി വരുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ പൊടി വെന്ത് കിട്ടും. നമ്മുടെ പൊടി ഒന്ന് കട്ടിയായി തുടങ്ങിയിട്ടുണ്ട്. ഒന്നുകൂടെ കുറുകി നല്ല പോലെ തിളച്ചൊന്ന് പൊടി വെന്ത് കിട്ടണം. അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇതേ ഒരു രീതിയിൽ പൊടി കുഴച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരാഴ്ച കാലത്തേക്ക് ഒരു കേടുപാടും കൂടാതെ ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഒരു അടച്ച ഉറപ്പുള്ള ഒരു കണ്ടെയ്നറിലാക്കി വെക്കുവാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും. പൊടി ഒന്ന് കുറുകി കട്ടിയായി തുടങ്ങിയിട്ടുണ്ട്. ഇത്രയൊന്നും പോരാ, നല്ല വണ്ണം തന്നെ കട്ടിയായി കിട്ടണം. ഇപ്പോൾ പൊടി ഒന്നും കൂടെ കട്ടിയായി വന്നിട്ടുണ്ട്. ഒന്നുകൂടെ കട്ടിയാക്കി എടുക്കണം. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. ഈ ഒരു പരുവത്തിലേക്ക് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുവാണ്. ഈ പൊടിയുടെ ചൂടൊന്ന് ആറി കിട്ടണം. അധികം ചൂടാറി എടുക്കേണ്ട. നമ്മുടെ കൈ കൊണ്ട് തൊട്ടാൽ ഒരു ചെറിയ ചൂട് കിട്ടുന്ന ഒരു പരുവത്തിലേക്ക് ചൂടാറ്റിയെടുക്കണം. അപ്പോൾ ഇനി ഇതിൻ്റെ ഒരു ചൂടൊന്ന് ആറി വരട്ടെ. ഇപ്പോൾ നമ്മുടെ കുറുക്കിൻ്റെ ചൂടൊന്ന് ആറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തിട്ടുള്ള ഗോതമ്പ് പൊടി ചേർക്കാം. ഇനി നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഞാനിവിടെ ചെറിയ ചൂടോടുകൂടി തന്നെയാണ് പൊടി കുഴക്കുന്നത്. എല്ലാ ഭാഗത്തേക്കും ഈ ഒരു കുറുക്കിയ മാവ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കൈ ഉപയോഗിച്ച് നല്ലവണ്ണം തന്നെ ഒന്ന് മയത്തിൽ കുഴച്ചെടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾ കുഴച്ചെടുക്കുന്ന സമയത്ത് വെള്ളം കൂടിപ്പോവുകയാണെങ്കിൽ കുറച്ചും കൂടെ ഗോതമ്പ് പൊടി ചേർത്ത് കുഴച്ചെടുക്കാവുന്നതാണ്. ഇനി നമ്മുടെ കൈ ഒന്ന് നനച്ചെടുത്തിട്ട് പൊടി ഒന്ന് മയത്തിൽ കുഴച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ചപ്പാത്തി മാവ് ഞാനിവിടെ നല്ല മയത്തിൽ തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ പൊടി കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് റെസ്റ്റ് ചെയ്യാനൊന്നും വെച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല കേട്ടോ. ഇനി നമുക്ക് ഈ മാവ് ഇതുപോലെ ഒന്ന് നീളത്തിലാക്കിയെടുക്കാം. നിങ്ങൾക്ക് ഈ മാവ് കാണാലോ, നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതുപോലെ വലിയ വലിയ ബോൾസുകളാക്കി മാറ്റാം. ഈ ഒരു രീതിയിലേക്ക് വലിയ ബോൾസുകളാക്കി മാറ്റാം. ഞാനിവിടെ ഇത്രയും ബോൾസാക്കി നമ്മുടെ പൊടി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് പരത്തിയെടുക്കാം. ഇനി നമുക്ക് ചപ്പാത്തി പരത്തി തുടങ്ങാം. ഇതിനായിട്ട് ഞാനിതുപോലൊരു ഷീറ്റ് വിരിച്ചിട്ടുണ്ട്. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഞാൻ വാങ്ങിയതാണ് കേട്ടോ. ഇതുപോലത്തെ ഒരു ഷീറ്റ് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമാണെങ്കിൽ ഞാൻ ഇതിൻ്റെ ടാഗ് വീഡിയോയിൽ മെൻഷൻ ചെയ്തേക്കാം. ഇനി നമുക്ക് ഈ ഷീറ്റിൻ്റെ മേലെയായിട്ട് അല്പം അരിപ്പൊടി ഒന്ന് വിതറി കൊടുക്കാം കേട്ടോ. ഇനി ഓരോ ബോളും നമുക്ക് പരത്തി തുടങ്ങാം. നമുക്ക് വലുതായിട്ട് തന്നെ പരത്തിയെടുക്കാം. ഇതുപോലെ നൈസായിട്ട് തന്നെ നമുക്ക് പരത്തിയെടുക്കാൻ സാധിക്കും. നിങ്ങൾക്കിത് ഷേപ്പാക്കി എടുക്കണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഒരേപോലെ തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. അങ്ങനെ വലിയതായിട്ട് തന്നെ ഞാനിവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഒരു സ്ക്രാച്ചും ഇല്ലാതെ നല്ല തിന്നായിട്ട് തന്നെ നമ്മളിവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. നല്ല നൈസായിട്ട് പരത്തിയെടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ വലിയൊരു പ്ലേറ്റ് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നല്ല നൈസ് ചപ്പാത്തി ആയിട്ട് നല്ല ഷേപ്പായിട്ട് നമ്മളിവിടെ ആദ്യ ചപ്പാത്തി പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. പ്ലേറ്റ് എടുക്കുമ്പോൾ ഇതിൻ്റെ മേലെയായിട്ട് കുറച്ചുകൂടെ അരിപ്പൊടി ഒന്ന് തടവി കൊടുക്കണം. നമുക്ക് ഈ ചപ്പാത്തി ഇതുപോലെ ഒന്ന് മാറ്റാം.
ആദ്യ ചപ്പാത്തി പരത്തി മാറ്റിയിട്ടുണ്ട്. അടുത്തത് നമുക്കിതുപോലെ തന്നെ പരത്തിയെടുക്കാം. അരിപ്പൊടി തൂവി കൊടുക്കാം. നമ്മൾ ചപ്പാത്തി പരത്തിയെടുക്കുമ്പോൾ ഗോതമ്പ് പൊടി എടുക്കരുത് കേട്ടോ, അരിപ്പൊടി വേണം എടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഒട്ടിപ്പിടിക്കാതെ നല്ല ഷേപ്പായിട്ട് തന്നെ നമുക്ക് പരത്തിയെടുക്കാൻ സാധിക്കും. വീണ്ടും ഇതുപോലെ തന്നെ നമുക്ക് പരത്തിയെടുക്കാം. അപ്പോൾ ഇതുവരെയും ഇതേ ഒരു രീതിയിൽ നിങ്ങൾ ചപ്പാത്തി പരത്തിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് പരത്തി ഉണ്ടാക്കി നോക്കണം കേട്ടോ. വളരെ എളുപ്പമാണ്, അതുപോലെ നല്ല സോഫ്റ്റും ആയിരിക്കും. പരത്തുന്ന സമയത്തൊന്നും എണ്ണയൊന്നും തടവേണ്ട ആവശ്യമില്ല. ഈ ഒരു രീതിയിലേക്ക് അങ്ങ് പരത്തിയെടുത്താൽ മതിയാകും. ഇനി നമുക്ക് കുറച്ച് അരിപ്പൊടിയും കൂടെ ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം. കുറച്ച് മതിയാകും കേട്ടോ. അരിപ്പൊടി ഇടുമ്പോൾ നല്ല നൈസായിട്ട് തന്നെ നമുക്ക് പരത്തിയെടുക്കാൻ സാധിക്കും. അങ്ങനെ രണ്ടാമത്തെ ചപ്പാത്തിയും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ രണ്ടാമത്തെ ചപ്പാത്തിയും ഞാനിവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. നമ്മൾ പരത്തിയെടുത്തതിന് ശേഷം കുറച്ചുകൂടെ അരിപ്പൊടി ഇട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കഴിഞ്ഞാൽ പാത്രത്തിലേക്ക് വെക്കുമ്പോൾ ഒട്ടിപ്പിടിക്കാതെ തന്നെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ രണ്ടാമത്തെ ചപ്പാത്തിയും ഞാൻ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം ഒന്ന് പരത്തിയെടുത്തിട്ട് വരാം. നമ്മൾ പരത്തിയെടുക്കുന്ന കോലിൻ്റെ മുകളിലും ഇതുപോലെ അരിപ്പൊടി ഒന്ന് തുടച്ചു കൊടുക്കുന്നത് ഒട്ടിപ്പിടിക്കാതെ തന്നെ ചപ്പാത്തി പരത്തിയെടുക്കാനായിട്ട് എളുപ്പമായിരിക്കും. അങ്ങനെ നമ്മുടെ ചപ്പാത്തി എല്ലാം ഞാനിവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു 2 കപ്പ് അളവിലുള്ള പൊടി വെച്ചിട്ട് ഞാനിവിടെ ഒരു 11 ചപ്പാത്തിയാണ് പരത്തിയെടുത്തിട്ടുള്ളത്. എല്ലാം ഒരുപോലെ തന്നെ ഷേപ്പായിട്ട് നമുക്ക് പരത്തിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇനി ഉടൻ തന്നെ നമുക്ക് ചപ്പാത്തി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ പാത്രം എടുക്കുക, അതിലേക്ക് കുറച്ച് അരിപ്പൊടി ഒന്ന് തൂകി കൊടുക്കുക, അതിൻ്റെ മേലെ ഒരു ചപ്പാത്തി വയ്ക്കുക. അതുപോലെ തന്നെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് അരിപ്പൊടി ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം അതിൻ്റെ മേലെയായിട്ട് ഒരു പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ ഒരു ബട്ടർ പേപ്പറോ എന്തെങ്കിലും വെച്ച് ഒന്ന് അടച്ചു കൊടുക്കുക കേട്ടോ. ഇനി ചപ്പാത്തി ചുട്ടെടുക്കാനുള്ള ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി പാനിലേക്ക് ഓരോ ചപ്പാത്തിയും നമുക്ക് വേവിച്ചെടുക്കാനായിട്ട് ഇട്ട് കൊടുക്കാം. എല്ലാ ഭാഗവും നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഓരോ ഭാഗവും ഇതുപോലെ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് പെട്ടെന്ന് തന്നെ മറിച്ചുകൂടി ഇട്ട് കൊടുക്കാം. വീണ്ടും തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തുകൂടെ കൊടുക്കാം, മറിച്ചിട്ട് കൊടുക്കാം. പിന്നെ ആദ്യ ചപ്പാത്തി ഇവിടെ നമുക്ക് വേവിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. നല്ലതുപോലെ ഫ്ലഫി ആയിട്ട് തന്നെയാണ് നമുക്കിവിടെ വീർത്ത് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മേലെയായിട്ട് കുറച്ച് എണ്ണയൊക്കെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമുക്കിതെടുത്ത് മാറ്റാം. അടുത്തത് നമുക്കിതുപോലെ തന്നെ ചുട്ടെടുക്കാം. അങ്ങനെ രണ്ടാമതും ചപ്പാത്തി ഞാനിവിടെ പാനിലേക്ക് മാറ്റിയിട്ടുണ്ട്. ചപ്പാത്തി പാനിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്ക് മറിച്ചിട്ട് കൊടുക്കണം. അങ്ങനെ മറിച്ചും തിരിച്ചൊക്കെ ഇട്ട് നല്ല പ്രസ് ചെയ്ത് വരുമ്പോഴേക്കും നമ്മുടെ ചപ്പാത്തി എല്ലാം നല്ല ഫ്ലഫി ആയിട്ട് തന്നെ വീർത്തു കിട്ടും. പിന്നെ നമ്മൾ പരത്തിയെടുത്തിട്ടുണ്ടായിരുന്ന എല്ലാ ചപ്പാത്തിയും ഞാനിവിടെ വേവിച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്. ഇതുപോലെ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇപ്പോൾ രാവിലെ ഉണ്ടാക്കുന്ന ചപ്പാത്തി രാത്രി ആയാലും നല്ല സോഫ്റ്റായിട്ട് തന്നെയാണ് നമുക്ക് കഴിക്കാനും സാധിക്കുന്നത്. ഇനിയിപ്പോൾ ആരും കടകളിൽ നിന്നൊന്നും ചപ്പാത്തി വാങ്ങിച്ച് വെക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയുള്ളൂ കൂട്ടുകാരെ. ഈ ഒരു വീഡിയോയും കണ്ടിട്ട് എല്ലാ കൂട്ടുകാരും വീടുകളിൽ തയ്യാറാക്കി നോക്കണം. തയ്യാറാക്കി നോക്കുമ്പോൾ ഈ ഒരു ചപ്പാത്തിയുടെ സ്വാദ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻസായിട്ട് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.